Good morning, girls. Next, we can see the schools of management taught. Okay, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്നുള്ളത്. എന്താണ് സ്കൂൾസ്, അതായത് ഗ്രോത്ത് ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ബിഗാൻ വിത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 18th and 19th centuries. So a series of inventions were made by scientists during these periods. So these എന്താ പറയുക, these inventions led to അല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് കംപ്ലീറ്റ്ലി റെവല്യൂഷനൈസ് ദ കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. സോ ദീസ് ലെഡ് ടു പ്രൊഡക്ഷൻ ഓൺ ലാർജ് സ്കെയിൽ ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. പിന്നെ അതേപോലെ അതിൻ്റെ ശേഷമാണ് ഈ ജോയിൻറ്റ് ഓഫ് കമ്പനീസ് ഒക്കെ വരുന്നത്. ആൻഡ് ദിസ് കമ്പനീസ് കെയിം ഇൻ ടു ബീങ് വിച്ച് സെപ്പറേറ്റഡ് ദ ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്. കമ്പനീസിൻ്റെ ഒരു ഫീച്ചർ അതാണ്. കമ്പനീൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും, ബട്ട് ദ കമ്പനി ഈസ് മാനേജ്ഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുക ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രത്യേകത ഉണ്ട് കമ്പനിക്ക്. സോ ദർ വെർ എ ഗ്രേറ്റ് നീഡ് ഓഫ് പേഴ്സൺസ് ഹു കുഡ് മാനേജ് ബിഗ് ഇൻഡസ്ട്രിയൽ enterprises. All these developments led to the emergence of different schools of മാനേജ്മെൻറ്റ് തോട്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിലുള്ളൊരു ദ ഡൈവേർജൻറ്റ് ഡയറക്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ഹാവ് കോസ്റ്റ് വൺ മാനേജ്മെൻറ്റ് റൈറ്റർ, അതായത് കുൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററിൻ്റെ ബുക്കാണ് എന്താണ് ദ മാനേജ്മെൻറ്റ് തിയറി ജംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോണത് വി ക്യാൻ ഈസിലി ക്ലാസിഫൈ ദ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ആസ് ദ ഫസ്റ്റ് വൺ മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് പ്രോസസ് സ്കൂൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ദിസ് സ്കൂൾ ഇസ് ആരതാണെന്നാണ് പറയുന്നത്, the father of this school of thought was the French management thinker and practitioner Henry Fayol. Okay, so according to this thought, like this school of management, management can be studied in terms of process that it involves. അതായത് മാനേജ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് controlling. So the management process consists of functions that can be categorized under this head. Okay, so this school has developed some universal principles. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് 14 principles of management. So ഇവിടുത്തെ it attempts to build a conceptual framework of management through an analysis of the process of management and identification of principles. അപ്പോൾ the school attempts to provide a universal dimension to the theory and practice of management എന്നാണ് പറയുന്നത്. മെയിൻ ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ this school of thought fails to address the current problems of management that arise in a dynamic environment. എന്തായാലും പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും അഡ്രസ്സ് ചെയ്യാൻ ഈ ഒരു തോട്ടിന് കഴിഞ്ഞില്ല. അതായത് ഈ തോട്ട് അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റിനെ എന്തായിട്ട് കാണുന്നു? മാനേജ്മെൻറ്റ് ഇസ് എ പ്രോസസ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദീസ് ഫങ്ഷൻസ്. അതായത് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഈ ഫങ്ഷൻസ് മാത്രമാണ്. അതുമാതിരി 14 പ്രിൻസിപ്പിൾസും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതായത് പ്രാക്ടിക്കൽ കറൻറ്റ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ സ്കൂളിന് പറ്റിയിട്ടില്ല, ഈ തോട്ടിന് പറ്റിയിട്ടില്ല. മനസ്സിലായോ? ദെൻ നമ്മൾ അടുത്തത് നോക്കാൻ പോണത് എംപെരിക്കൽ സ്കൂളാണ്. ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ടു എംപെരിക്കൽ സ്കൂൾ ഓഫ് തോട്ട് ആർ ഏണസ്റ്റ് ഡെയിൽ, ഹാർവർഡ് ബിസിനസ് സ്കൂൾ ആൻഡ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് മെനി കൺട്രീസ്. അപ്പോൾ ഈ സ്കൂളിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ മാനേജ്മെൻറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് മാനേജേഴ്സ് ഇൻ ദ പാസ്റ്റ്. അതായത് എംപെരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റ വിച്ച് ഈസ് ഓൺ വിച്ച് ടു ബേസ് എ തിയറി ഓർ ഡിറൈവ് കൺക്ലൂഷൻ ഇൻ സയൻസ്. മനസ്സിലായല്ലോ? അതായത് ഇറ്റ് ഈസ് എന്താ പറയുക, ലുക്ക് പാസ്റ്റ് പോളിസി ഫോർ സോൾവിങ് കറൻറ്റ് പ്രോബ്ലംസ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പഴയ ഇതേ സിറ്റുവേഷനിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നപ്പോൾ അതെങ്ങനെയാണ് സോൾവ് ചെയ്തിരുന്നത്, അത് നോക്കിക്കൊണ്ടാണ് കറൻറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ദ മെയിൻ ടെക്നിക് സജസ്റ്റഡ് ബൈ ദിസ് സ്കൂൾ ഈസ് the case study method.
കേസ് സ്റ്റഡി അറിയാലോ എന്താണെന്നുള്ളത്. എവിടെയെങ്കിലും ഇതേപോലുള്ള കേസ് ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കണ്ടെത്തുക. ഇറ്റ് വിൽ ഹെൽപ്പ് യങ് ആസ്പയറിംഗ് മാനേജേഴ്സ് ടു അവോയ്ഡ് കോമൺ ട്രാപ്സ് ആൻഡ് പിറ്റ്ഫോൾസ്. അതായത് ഒരു ഫ്രഷ് മാനേജർ ആണെങ്കിൽ കൂടി അയാൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ പഴയൊരു എന്തായിരുന്നു ആ ഒരു ആക്ഷൻ അവിടെ എടുത്തിട്ടുള്ളത്, അതിനനുസരിച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ഏത് ഓർഗനൈസേഷനും. So the main limitation of this thought is that it is not suitable under dynamic conditions. First school of thought പോലെ തന്നെ ഇതിൻ്റെയും പ്രത്യേകത അതാണ്. ഈ ചേഞ്ചിങ് എൻവയോൺമെൻറ്റിൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഇറ്റ് ഈസ് നോട്ട് എന്താ പറയുക സ്യൂട്ടബിൾ. Moreover, it kills the initiative of managers to find novel solutions to their problems. അപ്പോൾ എപ്പോഴും നമ്മൾ കേസ് സ്റ്റഡി അപ്രോച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ പഴയൊരു ഇതേ സെയിം സിറ്റുവേഷനിൽ പഴയ എങ്ങനെയാണോ മാനേജർ അവിടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത് അതേത് ഇപ്പോഴും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തിനൊരു തടസ്സമായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്, ദാറ്റ് കിൽസ് ദ ഇനീഷ്യേറ്റീവ് ഓഫ് മാനേജേഴ്സ്. ചിലർക്ക് നല്ല ക്രിയേറ്റീവ് ഐഡിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും, പുതിയ പുതിയ തോട്ട്സിന്. അപ്പോൾ അതിനുള്ള ഒരു അവസരം കിട്ടാതെയായി പോവുക ചെയ്യുന്നത്. ഇറ്റ് ഡിസ്കറേജസ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ് അമംഗ് ദി മാനേജേഴ്സ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? എംപിരിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ എന്താ പറയുന്നത്, ദി സ്കൂൾ അനലൈസസ് മാനേജ്മെൻറ്റ് ത്രൂ എക്സ്പീരിയൻസസ്. ഇറ്റ് ഈസ് എസെൻഷ്യലി എൻ എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ ഒബ്സർവേഷണൽ അപ്രോച്ച് ടു things. After doing all of the testing, the end result is what is most important. Okay, അപ്പോൾ മനസ്സിലായല്ലോ. ദി സ്കൂൾ അനലൈസസ് മാനേജ്മെൻറ്റ് ത്രൂ എക്സ്പീരിയൻസസ് എന്നാണ് പറയുന്നത്. ആസ് എ സ്റ്റഡി ഓഫ് എക്സ്പീരിയൻസ് ഇറ്റ് ഡ്രോസ് ജനറലൈസേഷൻ ബട്ട് യൂഷ്വലി ആസ് എ മീൻസ് ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ടു പ്രാക്ടീഷണർ ഓർ സ്റ്റുഡൻറ്റ്. So practitioners of this school formulate lessons and principles from past management experience and use them as guide to their future actions. Okay, the third school of thought is human behavior approach. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ പെർസ്പെക്റ്റീവിൽ എന്താ പറയുന്നത് വെച്ചിട്ട് അസ്യൂംസ് ദാറ്റ് വർക്ക് ഇസ് അക്കംപ്ലിഷ്ഡ് ത്രൂ people and emphasizes cooperation, participation, satisfaction and interpersonal skill. So the main contributors of human behavior school of thought are Elton Mayo, Abraham Maslow and McGregor. So according to this school, management is the study of the behavior of people at work. The main focus is on interpersonal relationship. മനസ്സിലായല്ലോ. എപ്പോഴും ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഗുഡ് റിലേഷൻസ് ലീഡ് ടു ഗുഡ് റിസൾട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പം മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് ആൻഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആർ ദ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ച്. അപ്പോൾ എപ്പോഴും ആളുകളുടെ ഇടയിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക, എന്തെങ്കിലും പല രീതിയിൽ ഇൻസെൻറ്റീവ്സ് കൊടുത്തും കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാം. അതേമാതിരി ലീഡർഷിപ്പ്, അതായത് ഒരു പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻകൾക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ that leads to more efficiency in the organization. So the main merit of this school is that it recognizes human beings to be the most important resource of an enterprise. ഏറ്റവും കൂടുതൽ ഏത് റിസോഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മെറ്റീരിയൽ ഒന്നല്ല, ഹ്യൂമൻ റിസോഴ്സസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ദ വർക്കേഴ്സ് ദാറ്റ് വിൽ പ്രിവെയിൽ അറ്റ് ദി എൻഡ് എന്നാണ് പറയുന്നത്. അത് എപ്പോഴും മനുഷ്യന്മാർക്ക് വേണ്ട പരിഗണന കൊടുത്ത് അവർക്ക് വേണ്ട സ്ഥാനം കൊടുത്തുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ എന്താവും എന്നാണ് പറയുന്നത്, അതേ അവസാനം ഉണ്ടാവുള്ളൂ. കാരണം ഇറ്റ് ബിലീവ്സ് ദാറ്റ് ഓൺലി ത്രൂ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ ക്യാൻ qualitative change in workers be brought about. അപ്പോൾ too much emphasize on the people leaving other factors aside. ബാക്കി എല്ലാ ഫാക്ടേഴ്സ് മാറ്റി വെച്ചും കൊണ്ട് കൂടുതൽ എംഫസൈസ് എന്തിനാണ് കൊടുത്തത്? പീപ്പിൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിന്. ഇറ്റ് ഇസ് ദ മെയിൻലി ദാറ്റ് ഇസ് ദ മെയിൻ ലിമിറ്റേഷൻ ഓഫ് ദിസ് സ്കൂൾ ഓഫ് തോട്ട്. വേറെ ഒന്നും കൺസിഡർ ചെയ്തില്ല. ദ ഓൺലി എംഫസൈസസ് ഓൺ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. മനസ്സിലായല്ലോ? അപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ഓഫ് തോട്ടിൽ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. സോ നെക്സ്റ്റ് ഫോർത്ത് വൺ ഇസ് സോഷ്യൽ സിസ്റ്റംസ് സ്കൂൾ.
അപ്പോൾ ഈ സോഷ്യൽ സിസ്റ്റം സ്കൂളിൽ ഇതിൻ്റെ മെയിൻ ഫൗണ്ടിങ് ഫാദർ എന്നൊക്കെ പറയുന്നത് ചെസ്റ്റൺ ബേർണാഡിനെയാണ്. ഈസ് ദ ഫൗണ്ടിങ് ഫാദർ ഓഫ് ദി സോഷ്യൽ സിസ്റ്റം സ്കൂൾ ഓഫ് തോട്ട്. ആൻഡ് അതർ നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്? ഹെർബർട്ട് സൈമൺ ആൻഡ് റെൻസിസ് ലിക്കേർട്ട്. ഇവരെല്ലാവരും കൂടെ കോൺട്രിബ്യൂഷനാണ് ഏതെന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റം അപ്രോച്ച്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ ഓഫ് തോട്ട് an organization is a social system consisting of various groups of people എന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ സിസ്റ്റം സ്കൂൾ ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ ഓർ ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ ആസ് ഇറ്റ്സ് ബേസ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ സ്റ്റഡി ആൻഡ് അനാലിസിസ് ഓഫ് ദി കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ സോഷ്യൽ ബിഹേവിയർ ആൻഡ് ദ ഗ്രൂപ്പ് ബിഹേവിയർ ആസ് ഇറ്റ് എഫക്ട്സ് ദി ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദിസ് സ്കൂൾ ഓഫ് തോട്ട് ലേസ് ഇറ്റ്സ് ഫോക്കസ് ഓൺ ദ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻ ദി വർക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. കൾച്ചറൽ ഫാക്ടേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. എഫിഷ്യൻസി ഈസ് മോർ എ മാറ്റർ ഓഫ് കൾച്ചറൽ ഹാർമണി ബിറ്റ്വീൻ ദ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ അറ്റ് വർക്ക്. So the existence of informal relationship giving rise to informal organization was emphasized by this school of thought എന്ന് പറയുന്നത്. The main task of management lies, അതായത് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് അനുസരിച്ചിട്ട് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഹാർമണൈസിങ് ആൻഡ് ഇൻറ്റഗ്രേറ്റിംഗ് ദ ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് ഗ്രൂപ്പ് ഗോൾസ്. Okay, and it attempts to draw a realistic picture of what is happening in the organization. But the supremacy of human factor is well established. Then the main limitation of this school of thought is that it is unduly concerns itself with the individual and group behavior. ഇവിടെയും കൂടുതൽ സ്ട്രെസ് കൊടുത്തത് ഏതിന് മാത്രമാണ്? ബിഹേവിയർ, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ബിഹേവിയറിനാണ്. It overlooks other factors like production technology, financial management, etc., which are also important. So this school fails to note that social forces outside the enterprise are also responsible for conflicts between various groups working in an enterprise. Okay, അപ്പം ഇവിടെ എന്താ പറയുന്നത്? ക്ലിയർ ആണോ എന്താണ് സോഷ്യൽ സിസ്റ്റം ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്പിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. എ സിസ്റ്റം ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്പ് ഇൻ വിച്ച് കോപ്പറേഷൻ ആൻഡ് ടീം സ്പിരിറ്റ് ആർ നെസസറി ഫോർ ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ സ്റ്റഡി ആൻഡ് അനാലിസിസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ സോഷ്യൽ ബിഹേവിയർ and the group behavior as it affects the field of management. So a cooperative system which is developed by understanding the behavior of people in groups. Okay, the fifth thought അല്ലെങ്കിൽ school of management thought is decision theory school. The main contributors of this school of thought are പീറ്റർ ഡ്രക്കർ ആൻഡ് ഹെർബർട്ട് സൈമൺ. അപ്പോൾ ഈ ഡിസിഷൻ തിയറി അപ്രോച്ചിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹിയർ എംഫസൈസസ് ഓൺ ദ ഡിസിഷൻ മേക്കിംഗ് റോൾ ഓഫ് മാനേജേഴ്സ്. അതായത് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് ബൈ വേ ഓഫ് ഡിഫൈനിങ് പ്രോബ്ലംസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റിംഗ് സച്ച് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ദെയർ ഓഫ്. മനസ്സിലായല്ലോ? അപ്പോൾ it is through decision making that managers can discharge their responsibility എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസിഷൻ തിയറി അപ്രോച്ച് ലുക്സ് അറ്റ് ദ ബേസിക് പ്രോബ്ലം ഓഫ് മാനേജ്മെൻറ്റ് അറൗണ്ട് ഡിസിഷൻ മേക്കിംഗ്, അതായത് സെലക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ കോഴ്സ് ഓഫ് ആക്ഷൻ ഔട്ട് ഓഫ് ദി ഗിവൺ ഓൾട്ടർനേറ്റീവ്സ്. മനസ്സിലായല്ലോ? അതായത് ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ പീറ്റർ ഡ്രക്കർ പറഞ്ഞതാണ് വാട്ട് എവർ എ മാനേജർ ഡസ് ത്രൂ മേക്കിംഗ് ഡിസിഷൻസ്. സോ ദ സക്സസ് ഓഫ് എ മാനേജർ ഇസ് ജഡ്ജ്ഡ് ബൈ ഹിസ് എബിലിറ്റി ടു ടേക്ക് ദ റൈറ്റ് ഡിസിഷൻസ് അറ്റ് ദി റൈറ്റ് ടൈം.
മനസ്സിലായോ? അങ്ങനെയാണ് ഒരു മാനേജ്മെൻറ്റ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് നോക്കുന്നത്. സോ ഫോർ ടേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം, മാനേജർ ഹാസ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ്, സെർച്ച് ഫോർ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ എന്താ പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തണം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തണം, ഓരോന്നും ഈ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യുക ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട്, അതായത് ഡിസിഷൻ തിയറി സ്കൂളിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്തായിരുന്നെന്ന് വെച്ചാൽ, ദ ഫാക്ട് ദറ്റ് ദ ഫങ്ഷൻ ഓഫ് എ മാനേജർ കനോട്ട് ബി കൺഫൈൻഡ് ടു ഡിസിഷൻ മേക്കിംഗ് ഓൺലി. അതായത് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ എടുക്കൽ മാത്രമല്ല അവരുടെ പണി എന്ന് പറയുന്നത്. ദർ ആർ മെനി അതർ ടാസ്ക് ടു ബി പെർഫോംഡ് ബൈ ദം ആൻഡ് ദോസ് ആർ നോട്ട് ഹൈലൈറ്റ്. ആ എന്തൊക്കെയാണ്, വേറെ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മാനേജേഴ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ സ്കൂൾ ഓഫ് തോട്ടിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ദിസ് ഇസ് ദ വൺ ഓഫ് ദ ലിമിറ്റേഷൻസ് ഓഫ് ദിസ് ഡിസിഷൻ തിയറി സ്കൂൾ. ക്ലിയർ ആണോ? ഡിസിഷൻ തിയറി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ബോഡി ഓഫ് നോളജ് ആൻഡ് റിലേറ്റഡ് അനലിറ്റിക്കൽ ടെക്നിക്സ് ഓഫ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് formality designed to help a decision maker choose among a set of alternatives in light of their possible consequences. So this school considers management as a series of decision and analysis of decisions as the central of management. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് അല്ല, ഇതാണ് മാത്തമാറ്റിക്കൽ സ്കൂൾ. അപ്പം മാത്തമാറ്റിക്കൽ സ്കൂളിൽ ദ മെയിൻ കോൺട്രിബ്യൂട്ടർ ഓഫ് ദിസ് സ്കൂൾ ആർ ജോയൽ ഡീൻ, ന്യൂമാൻ ആൻഡ് ഹിഗ്സ്. അതേപോലെയുള്ള അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് ഈ മാത്തമാറ്റിക്കൽ സ്കൂൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് എന്താ പറയുന്നത്? മാനേജ്മെൻറ്റ് ഇസ് കൺസേൺ വിത്ത് പ്രോബ്ലം സോൾവിങ്. നേരത്തെ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നു അവിടെ, ഇവിടെ എന്താണ്? പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ ഇറ്റ് മസ്റ്റ് യൂസ് മാത്തമാറ്റിക്കൽ ടൂൾസ് ഓർ ടെക്നിക്സ് ഫോർ സോൾവിങ് ദ മാനേജീരിയൽ പ്രോബ്ലംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം മാനേജീരിയൽ പ്രോബ്ലംസ് ആർ ക്വാണ്ടിഫയബിൾ ആൻഡ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് സിംബൽസ്, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻസ് വിച്ച് ക്യാൻ ബി സോൾവ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ ടെക്നിക്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് വേൾഡ് വാറിലാണ് മാത്തമാറ്റീഷ്യൻസ്, ഫിസിസിസ്റ്റ് ആൻഡ് അതർ സയൻറ്റിസ്റ്റ് ജോയിൻ ടുഗെദർ ടു സോൾവ് മിലിറ്ററി പ്രോബ്ലംസ്. മിലിറ്ററിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ കൈകോർത്തു. അങ്ങനെ ദ ക്വാണ്ടിറ്റേറ്റീവ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ദ റിസർച്ച് കണ്ടക്റ്റഡ് ഡ്യൂറിങ് ദി സെക്കൻഡ് വേൾഡ് വാർ. But the scientific and technological developments and the invention of computers have brought management and mathematics close to each other, which were more or less poles apart എന്നാണ് പറയുന്നത്. So the quantitative approach അല്ലെങ്കിൽ mathematical approach to management involves the use of mathematical or quantitative techniques such as statistics, information models and computer simulations to improve decision making. മനസ്സിലായല്ലോ? അപ്പോൾ ബോഡി ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് ദാറ്റ് സീക്സ് ടു കമ്പൈൻ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറീസ് ആൻഡ് ബിഹേവിയറൽ സയൻസ് ത്രൂ ദ യൂസ് ഓഫ് എലാബറേറ്റ് മാത്തമാറ്റിക്കൽ മോഡൽസ്. ഈ മാത്തമാറ്റിക്കൽ മോഡൽസ് വെച്ച്, ഇക്വേഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഓർഗനൈസേഷനിലെ പ്രോബ്ലം സോൾവ് ചെയ്യുക. So no doubt mathematical school of thought has helped the management to analyze managerial problems scientifically and logically to arrive at solutions. So the main limitation of this school is that it has been found to be a complicated one. Moreover, many managerial problems are not exactly quantifiable. അതേപോലെ ആർബിട്രറി മെഷർമെൻറ്റ്സ് ഓഫൺ ലെഡ് ടു ഫോൾട്ടി റിസൾട്ട്സ്. ആർബിട്രറി എന്ന് പറഞ്ഞാൽ എല്ലാം എസംഷൻ്റെ ബേസിൽ ചെയ്യുന്നതായതുകൊണ്ട്. സോ ഡിസിഷൻസ് ഓൺ മാനേജറിയൽ പ്രോബ്ലംസ് ഇൻവോൾവ് ഹ്യൂമൻ ജഡ്ജ്മെൻറ്റ് വിച്ച് സീംസ് ടു ഹാവ് ബീൻ ഇഗ്നോർഡ് ബൈ ദിസ് സ്കൂൾ. അതാണ് ഒരു ലിമിറ്റേഷനായി പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഇസ് ദ സിസ്റ്റം അപ്രോച്ച് സ്കൂൾ. സിസ്റ്റം അപ്രോച്ച് സ്കൂൾ എന്താ പറയുന്നത് വെച്ചാൽ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഇസ് കെന്നത്ത് Balding, Johnson and C.W. Churchman. So according to this school, management is a system made up of a number of subsystems.
ഒരു സിസ്റ്റം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഇന്റർ-റിലേറ്റഡ് ആൻഡ് ഇന്റർ-ഡിപ്പെൻഡൻറ്റ് പാർട്സ് arranged in a manner that produces a unified whole. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബോഡീനെ നമുക്ക് പറയാം ഇറ്റ് ഇസ് എ സിസ്റ്റം വിത്ത് ഓൾ ദ ഓർഗൻസ്, മസിൽസ്, ബോൺസ് ആൻഡ് ദാറ്റ് അതേപോലെയുള്ള എല്ലാ പാർട്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഹ്യൂമൻ ബോഡി എന്ന് പറയാം. അതേപോലെ തന്നെ ഇൻ എ കമ്പനി എ ഗ്രൂപ്പ് ഓഫ് ഡിവിഷൻ പീപ്പിൾ വർക്കിംഗ് ഫോർ എ കോമൺ ഗോൾ ഓർ സക്സസ്. സോ ദിസ് സിസ്റ്റം ഓർ മെയിൻലി approach to the management. But this systems school suggests that an integrated approach for solving managerial problems, that is attention must be paid to overall effectiveness of the system rather than the effectiveness of any individual subsystem in isolation from other subsystems. So the main merit of this school is that it prescribes a holistic solution to managerial problems. Moreover, system management is costly and as such small firms cannot afford to implement it. That is the limitation of this school. The last one is contingency approach to management. Contingency approach ൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ there is no one best way to manage an organization. അതായത് ഇതിനെ അതുകൊണ്ട് പറയുന്ന പേരാണ് സിറ്റുവേഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്. ഒന്നും നമ്മൾ ആദ്യം മുൻകൂട്ടി പഠിച്ചിട്ടൊന്നും കാര്യമില്ല. എപ്പോഴും നമുക്കൊരു ബെസ്റ്റ് മെത്തേഡ് ഇതാണെന്ന് പറയാൻ പറ്റില്ല. സോ സ്കൂൾ വാസ് ഡെവലപ്ഡ് ബൈ ജോൺ വുഡ്വേർഡ്, ഫീൽഡർ, JW ലോർഷ് ആൻഡ് ലോറൻസ്. So according to this school of thought, management problems are different under different situations. Okay, so there is no best way of management under all situations. So different situations demand different എന്താ പറയുക സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ദ സിറ്റുവേഷൻ ഡിസൈഡ്സ് എന്താ പറയുക the situation decides the pattern of management, or we can say the pattern of management is contingent on situation എന്ന് പറയും. It depends on the situation. So this school attempts to overcome the deficiencies of other approach. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന ഈ കണ്ടിൻജൻസി അപ്രോച്ചാണ് ബെസ്റ്റ് അപ്രോച്ച് ആയിട്ട് കണക്കാക്കുന്നത്. The main merit of this school is that it says all managerial problems require situation specific solutions, but the main limitation of this school is that it lacks theoretical base. Theoretical base ഉണ്ടാവില്ല, കാരണം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. സോ മോറോവർ ഇറ്റ് ഈസ് വെരി മച്ച് ടൈം കൺസ്യൂമിങ് ഇൻ ദ സെൻസ് ദാറ്റ് a manager must know all the alternative courses of action before taking any action in a given situation. Okay, so these are the different schools of management thought. Thank you.